ജനപ്രീതി നേടിയ സിനിമ മോഹിനിയാട്ടവും അതിൻ്റെ ആദ്യ ഭാഗം ഭരതനാട്യവും കണ്ടപ്പോൾ ഈ പല ഭാര്യമാരുള്ളത് അല്ലെ ഒന്നിലേറെ ഭാര്യമാരുള്ളത് ഒരു സുഖമുള്ള ഏർപ്പാടാണ് എന്ന് തോന്നിപ്പോയി. എന്തായാലും നമ്മുടെ സമൂഹം അത് അംഗീകരിക്കുന്നില്ല. നമ്മൾ മോണോഗമിയുടെ ആളുകളാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ. മോണോഗമി എന്ന് പറഞ്ഞാൽ ഏക ഭാര്യ അല്ലെങ്കിൽ ഏക ഭർത്താവ്. നേരെ മറിച്ച് ഒന്നിലേറെ പങ്കാളികൾ ഒന്നിലേറെ ഭാര്യമാരാണെങ്കിൽ അത് പോളിഗമി ആവും. ഒരു രാജ്യവും അത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളും അതുപോലെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും അത് അംഗീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് മുസ്ലിം രാജ്യങ്ങളിലെല്ലാം അത് ആകാവുന്നതാണ്. അതുപോലെ തന്നെ പോളിയാൻഡ്രി ഒരിടത്തും തന്നെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് പല ഭർത്താക്കന്മാർ. അപ്പോൾ ഇതെല്ലാം പണ്ട് കാലത്ത് ഒരു കാലത്തുണ്ടായിരുന്നു. കുന്തിദേവിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പഴയ കാലത്തെ രാജാക്കന്മാരെല്ലാം പല വിവാഹം കഴിച്ചിരുന്നു. അപ്പോൾ പിന്നീട് എങ്ങനെയാണോ ഇത് എന്ന് മാറിപ്പോയെന്നറിയില്ല. കൂടുതലും അതൊരു ക്രൈസ്തവ തത്വചിന്തയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഈ മുസ്ലിങ്ങൾക്ക് 4 വിവാഹം ഒരേ സമയം, പക്ഷേ ആ 4 പേരെ മൊഴി ചൊല്ലിക്കൊണ്ട് വീണ്ടും പുതിയ ആളുകളെ വിവാഹം കഴിക്കുന്നതിന് തടസ്സവുമില്ല. എന്തായാലും ഈ ഇന്ത്യയിൽ നമുക്കറിയാം വലിയൊരു വിവാദമാണ് ഏക സിവിൽ കോഡ്. ഈ മുസ്ലിങ്ങൾക്ക് 4 വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നു, പക്ഷേ മറ്റ് സമുദായക്കാർക്ക് അത് പറ്റില്ല. അപ്പോൾ അതിനോടുള്ള ഒരു ജലസി, ഒരു സെക്സ്വൽ ജലസി ആണ് അതിൻ്റെ പിന്നിൽ, ഈ ഏക സിവിൽ കോഡിന് പിന്നിൽ നിന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു നിർദ്ദേശം എനിക്ക് പറയാനുണ്ട്. ഇപ്പം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ 4 വിവാഹം കഴിക്കാനുള്ള അനുവാദമുള്ളത്. അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കൂടി അങ്ങ് ആക്കിയാൽ മതി. അപ്പം ഏക സിവിൽ കോഡായി, ഒരു പ്രശ്നവുമില്ല. ഇനി ആർക്കെങ്കിലും 4 വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ആർക്കാണ് പ്രശ്നം ഇരിക്കുന്നത്? അപ്പോൾ ഇത് സംബന്ധിച്ച് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി, 1-2 വർഷം മുമ്പാണ് നിന്നത്. അപ്പം എൻ്റെ ചില വനിതാ സുഹൃത്തുക്കളൊക്കെ ചേർത്ത് ഭാര്യയൊക്കെ കാണുന്നില്ല ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറയുകയും ചെയ്തു, ഇത് കാശുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലാതെ ഈ പത്രക്കാർക്കും അങ്ങനെയുള്ള ഡൂക്കിരികൾക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇങ്ങനെയുള്ളത്. എലോൺ മസ്ക് അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യമായിട്ട് തന്നെ എടുത്തിരിക്കുന്ന കൂടുതൽ മനുഷ്യരാശിക്ക് കൂടുതൽ ആളുകളെ സംഭാവന ചെയ്യുക, കൂടുതൽ പിള്ളേരുണ്ടാവുക. ഇപ്പോൾ തന്നെ 12 പേരോ മറ്റോ ഉണ്ട് പല ഭാര്യമാരിലായി. അപ്പോൾ അതൊരു ദൗത്യം പോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങേരുടെ ഫാദറാണെങ്കിൽ എത്ര 72 73 വയസ്സുള്ളപ്പോൾ ഒരു പഴയൊരു ഭാര്യയുടെ മകള്, സ്വന്തം മകളല്ല, അവരുടെ ആദ്യ ഭർത്താവിൻ്റെ മകള്, അതിനെ വിവാഹം കഴിക്കുകയും അതിൽ കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ ഈ എലോൺ മസ്കിന് വലിയ ദേഷ്യം വന്നു എന്നാണ് അന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞത്. അപ്പം എലോൺ മസ്കിൻ്റെ ഭർത്താവ് അപ്പൻ പറഞ്ഞത് അങ്ങേര് സൗത്ത് ആഫ്രിക്കയിലാണ്, ഇതൊക്കെ അല്ലാതെ വേറെ എന്താ ചെയ്യാനുള്ളത് ജീവിതത്തിൽ എന്ന്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡുള്ള ആളുകളും ധാരാളമുണ്ട് ഈ വെസ്റ്റേൺ സമൂഹത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഈ CNN സ്ഥാപകൻ ടെഡ് ടേർണർ, അദ്ദേഹവും 3 വിവാഹമാണ് കഴിച്ചിരുന്നത്. പക്ഷേ മൂന്നാമത്തെ വിവാഹം വലിയ നടി, പ്രശസ്ത നടി ജെയിൻ ഫോണ്ട ആയിരുന്നു. അപ്പോൾ ജെയിൻ ഫോണ്ട വളരെ സുന്ദരിയാണല്ലോ എന്ന് ആരോ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് അവരാ സൗന്ദര്യം കീപ്പ് ചെയ്താൽ തിരക്കേടില്ല, അല്ലെങ്കിൽ പിന്നെ അടുത്തയാൾ ഇതിനേക്കാൾ സുന്ദരിയായിരിക്കും എന്നാണ് പറഞ്ഞത്. എങ്ങനെയായാലും ആ വിവാഹം അതിനുശേഷം അദ്ദേഹം വിവാഹം കഴിച്ചില്ല. ആ വിവാഹം ഏതാണ്ട് 10 വർഷത്തോളം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. 2001 വരെയോ മറ്റോ നീണ്ടു നിൽക്കുകയാണ് ചെയ്തത്. ഈയിടയ്ക്കാണ് അദ്ദേഹം 87 വയസ്സിൽ അന്തരിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ രാജ്യത്ത് എല്ലാവരും പൈസ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആ വിവാഹബന്ധത്തിന് ഈ നമ്മുടെ നാട്ടിലേതുപോലുള്ള ആ വലിയ സംഗതിയൊന്നുമില്ല, പവിത്രത ഒന്നും കൽപ്പിക്കുന്നില്ല. ഒരു ഭാര്യ ഒരു ഭർത്താവ് ആജീവനാന്ത കാലം അതുതന്നെ ആയിരിക്കണം. ഈ പരസ്ത്രീ ബന്ധം അല്ലെ പരപുരുഷ ബന്ധമൊക്കെ മഹാപാപവും വലിയ തെറ്റുമാണെന്നുള്ള ആ ഒരു ചിന്താഗതി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ വിവാഹമോചനത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം തന്നെ കുറച്ച് നാൾ ഒരുമിച്ച് കഴിയുക, പിന്നീട് പിരിഞ്ഞു പോവുക, അത്ര തന്നെ. രണ്ടുപേരും രണ്ട് രീതിയിലേക്ക് പോവുക, അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പോവുക എന്നുള്ള ആ ഒരു ചിന്താഗതി. ഇനിയിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം ലവ് ജിഹാദ് എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ലവ് ജിഹാദിൻ്റെ ആരോപണം വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സ്ത്രീ ഇപ്പം മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ ലോഹ്യമായിരിക്കും, പക്ഷേ എക്കാലവും ആ ലോഹ്യം നിൽക്കണമെന്നില്ല. കുറച്ച് കഴിയുമ്പം അവരെ ഉപേക്ഷിക്കാം, പിരിഞ്ഞു പോകാം. ഇതൊക്കെ വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് മറ്റ് സമുദായക്കാർക്കത് ആ സൗകര്യമായിട്ടില്ലതാനും. അപ്പോൾ അതാണ് ഈ ഏക സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളിക്ക് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. എങ്ങനെയായാലും ഈ ചിന്താഗതികളൊക്കെ കാലാനുസൃതം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ കാലത്തിനും ഓരോ ആശയങ്ങളാണ്. അപ്പോൾ പണ്ട് പല ബഹുഭാര്യാത്വമുണ്ടായിരുന്നു, ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നു. ഇതെല്ലാം കാലക്രമേണ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചത് പാടില്ല. ഇന്നത്തെ ചിന്താഗതി അനുസരിച്ച് നാളെ എന്താണ് വരാൻ പോകുന്നത് ആർക്കറിയാം. ഈ രീതിയിലാണ് ഈ മനുഷ്യൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച്
ഈ പാശ്ചാത്യ ലോകത്തെ കുത്തഴിഞ്ഞതെന്ന് പറയില്ല, അവരെ അതിലൊന്നും അധാർമികതയൊന്നും കാണുന്നില്ല. പുരുഷനും സ്ത്രീയും അധാർമികതയൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാഹമോചനമൊന്നും സ്ത്രീക്കും പ്രശ്നമുള്ള ഒരു കാര്യമല്ല. കാരണം അവർക്കും സ്വന്തമായിട്ട് ജീവിക്കാനും സ്വന്തമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള കഴിവ് അവർക്കുമുണ്ട്. ഇപ്പോൾ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിലാണ് വിവാഹമോചനമൊക്കെ ഒരു വലിയ പ്രശ്നം. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വിവാഹമോചനം വലിയൊരു പ്രശ്നമായിരുന്നു. സ്ത്രീകളെ അനാഥരാകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് അത്രയ്ക്കില്ല. കാരണം സ്ത്രീകളും സാമ്പത്തികമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വ്യത്യാസം വന്നിരിക്കുന്നു. എങ്ങനെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് തെറ്റൊന്നുമുള്ള കാര്യമല്ല. പിന്നെ ഈ നമ്മളിതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്ങനെയായാലും ഇപ്പം ഞാനോർക്കുക, ഈ അമേരിക്കയിൽ പോളിഗാമി പല ഭാര്യമാരത് ഒരിക്കലും അനുവദിച്ചിട്ടുള്ള കാര്യമല്ല, മുസ്ലിങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഈ പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ ഈ 1-2 ഭാര്യമാരോട്ട് 2-3 ഭാര്യമാരോട്ടൊക്കെ വരും. ഈ മറ്റു ഭാര്യമാരൊക്കെ സഹോദരിമാരാണെന്നോ ഒക്കെ പറഞ്ഞാണ് കൊണ്ടുവരുന്നതെന്നാണ് പലരും പറയാറുള്ളത്. സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെയായാലും ഈ അമേരിക്കയിലും മറ്റൊരു 4 ഭാര്യ ഉണ്ടെങ്കിൽ 4 ശമ്പളമാണ് നമ്മുടെ കയ്യിൽ വരിക. ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു സുഖമായിരിക്കും എന്ന്. അപ്പോൾ ഒട്ടും മോശപ്പെട്ടൊരു കാര്യമല്ല ഈ ബഹു ഭാര്യാത്വം. പിന്നെ അത് നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്ങനെയായാലും നമ്മുടെ ഏക സിവിൽ കോഡിൻ്റെ കാര്യം ഈ നിർദ്ദേശം ഒന്ന് പരിഗണിക്കാവുന്നതാണ്. പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം വളരെ ഈസിയായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ.